أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ശ്രോതാക്കളെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന വിഷയമാണ് നിഫാക്കിൻ്റെ അഖിലുകാർ പലതും പറഞ്ഞുകൊണ്ട് നിൽക്കും, നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. എന്നാൽ നിഫാക്കിൻ്റെ അഖിലുകാരനായ നാളെ മാറുമോ നന്നാവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നന്നായാൽ ഓന് നന്നായി, ഇത്രയോട് പറയാനുള്ളൂ. മൻസൂർ മണ്ണാർക്കാട് ഇപ്പോൾ തളീക്കര തങ്ങളെ ഒരു പ്രസംഗം എടുത്തിട്ടിട്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണം. ആദ്യമായി തന്നെ ചോദിക്കട്ടെ, മൻസൂറിനോടാ ചോദിക്കാൻ. നീ ഒരു ഇതിൽ പറയണത് കേട്ടു, എന്നെക്കൊണ്ട് പല ആളും പലതും പറയുന്നുണ്ട്, പിന്നെ അത് നമ്മൾ മുഖവൽക്കെടുക്കില്ല. ഇത് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു സലൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ പറഞ്ഞുണ്ടാക്കിയത്? പലതും പറഞ്ഞുണ്ടാക്കും. അതിനങ്ങാനും തിരിച്ച് ചോദിച്ചാൽ പിന്നുണ്ടൂല. ഇതേ പണി അപ്പം ചെയ്യണത്. നാളെ ഈ നന്നായാൽ എനിക്ക് നന്നായി, അത്രയേ ഉള്ളൂ, നമുക്കൊന്നുമില്ല. നാളെ നന്നായാൽ നമുക്ക് നന്നായി. ഇപ്പം എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അതുകൊണ്ടാണിത് പറയുന്നത്. ഇപ്പോഴത്തെ സ്വഭാവത്തിന് ആ പറച്ചിലിട്ടോ. നാളെ നന്നായാൽ ഈ പറച്ചിലൊന്നും പിന്നെ ഉണ്ടാവില്ല. എന്തോ ആട്ടയാണ്. അതിനോട് ചേർത്ത് ചോദിക്കട്ടെ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തെ കിറാമിൻ്റെയും ജീവിതത്തിൻ്റെ ഇടയിൽ വന്ന ചില വിഷയങ്ങൾ ഞാൻ പറഞ്ഞാൽ നീ അത് വിശ്വസിക്കുന്നോ ഇല്ലേ? നീ വിശ്വസിക്കുന്നോ ഇല്ലേ? അത് നീ പ്രഖ്യാപിക്കുമോ ഇല്ലേ? നിന്നോടുള്ള ചോദ്യമാണ്. നീ മറുപടി പറയൂല എന്നാണ് നീ പറഞ്ഞത്. കാരണം അത് അബ്ദുല്ലാഹി ഇബ്നു സലൂലിൻ്റെ സ്വഭാവവും ആണ്. സാധാരണഗതിയിൽ ഒരു ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ, ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ പറയും, ചോദിച്ചാൽ ഉടനെ അതിന് മറുപടി പറയും. പറഞ്ഞിട്ട് അത് കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ അവരെ ഒഴിവാക്കും. അതാണ് ശറയ്യായ നിലക്കുള്ള വിധിയാണ് പറഞ്ഞു കൊടുക്കുക. ഞാൻ ചോദിക്കുന്നു നിന്നോട്, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തെ കിറാമിൻ്റെ ഇടയിൽ വന്ന വിഷയത്തെ തൊട്ട് നീ വിശ്വസിക്കുന്നോ ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് മാനാ വന്നിട്ട് പറഞ്ഞത്, മാനാ സങ്കടപ്പെട്ട് ദൂരത്തുനിന്ന് വിളിച്ചിട്ടാ കെട്ടിയിട്ടിക്കുക. മാനെ സഹാബത്തെ കിറാമ് കെട്ടിയിട്ടതാണ്. ദൂരത്തുനിന്ന് സങ്കടമായിട്ട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഒക്കെ കേട്ടു. എന്തോ ഒരു ശബ്ദം, ആർക്കും തിരിയണില്ല. മുത്തുനബി തങ്ങൾ സഹാബത്തെ കിറാമിലോട്ട് കെട്ടിയിട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, നീ മാനൊന്ന് കഴിച്ചു വിടണം, എന്നിട്ട് ആ മാൻ്റെ കുട്ടികൾക്ക് പാല് കൊടുത്ത് അത് ഇവിടെ തന്നെ തിരിച്ചു വരും, അതിന് ഞാൻ സാക്ഷി നിൽക്കാം, നീ ഒന്ന് കഴിച്ചു വിടണം. ഉടനെ കഴിച്ചു വിട്ടുകൊടുത്ത് മാന് പാലും കൊടുത്ത് തിരിച്ചും വന്നു. ഇത് നീ വിശ്വസിക്കുന്നോ? ഈ ഹദീസ് നീ വിശ്വസിക്കുന്നോ ഇല്ലേ? നിന്റെ നേതാക്കളായ നിഫാക്കിൻ്റെ അഖിലുകാരായ മുജാഹിദിൻ്റെ ആൾക്കാർ 60ഓളം ഹദീസ് തള്ളിയും ഇതൊക്കെ പെടും. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റൂല എന്നിട്ട് 60ഒന്നുമല്ല, നിങ്ങൾ 500 ചില്ലാനും ഹദീസ് തള്ളിയ കമ്പനിയിൽപ്പെട്ട. അതുപോലെ തന്നെ നിങ്ങൾ വേറൊന്നും ആകമാനം തള്ളിയ കമ്പനിയിൽപ്പെട്ട നിങ്ങൾ. കേരള മുസ്ലിയാക്കന്മാർ ഇസ്ലാമിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബികളും ഇസ്ലാമിൽ തെളിവല്ലാന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അങ്ങനെയല്ല, നേരെ മറിച്ച ഞാനും എൻ്റെ സ്വഹാബികളുമാണ് ഇസ്ലാം മതം. ഇസ്ലാം മതം എന്താണ്, ഏടെ കാണാൻ പറ്റും? എൻ്റെയും എൻ്റെ സഹാബത്തെ കിറാമിൻ്റെ ഇടയിൽ കാണുമെന്ന് നബി തങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു അത് പറ്റൂലാണ്. അപ്പം നിങ്ങൾ പിന്നെ ഇബ്ലീസിൻ്റെ ആൾക്കാരാണെന്ന് കൂടുതൽ തെളിവിന് പോണ്ട, ലേട്ടും പോണ്ട. ഈ ആ കമ്പനിയിൽപ്പെട്ടതാണെന്നുള്ള ഉറപ്പല്ല. അതാണ് ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശികളാണ് ഈ കാലഘട്ടത്തിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കൾ. അതിൽപ്പെട്ട മഹാനായ മുദബ്ബിറുൽ ആലം മടവൂർ മുഹമ്മദ് അബൂബക്കർ മഹാനരു അവരാണ് ഇത് ചെയ്തത്. അപ്പം ആ അനന്തരാവകാശം പുറത്ത് വേണ്ടേ? പോരാ, ഒരൊട്ടകം ഓടി വന്ന് പരാതി പറയുന്നു. എന്താ പരാതി? ഒട്ടകം ഓടി വന്ന് പരാതി പറഞ്ഞത്, എൻ്റെ യജമാനൻ നിസ്കരിക്കാറില്ല, സ്വഭാവം നിസ്കരിക്കാറില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരുന്നപ്പോൾ എന്നെ അടിച്ചിട്ട് വിഷമിപ്പിച്ചു യാ റസൂലുള്ളാഹ്. ഒട്ടക പറഞ്ഞത്. തിരിച്ച് ആ സഹാബത്ത് റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുന്നു, നീ നിസ്കരിക്കില്ലേ? അപ്പോൾ പറഞ്ഞു സത്യ. അപ്പം അതൊക്കെ ചെയ്യണം, ഒട്ടകം അനുസരിച്ചോളൂ. അപ്പോൾ ദീനിയായ ജീവിതത്തിൻ്റെ വിരുദ്ധമായി വന്നപ്പോൾ മൃഗമാണ് അതിന് പ്രതികരിച്ചത്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് പോയിട്ട് പരാതി പറഞ്ഞത്. നീ വിശ്വസിക്കുന്നോ ഇല്ലേ? നീ വിശ്വസിക്കുന്നോ ഇല്ലേ? നീ പറയണം. നിന്റെ കമ്പനി
മുജാഹിദ് കമ്പനി, ഇതേ ഈ കമ്പനികൾ വിശ്വസിക്കുന്നില്ല, നീയും വിശ്വസിക്കില്ല, അബ്ദുള്ള ഇബ്നു സലൂലും വിശ്വസിച്ചിട്ടില്ല. സുന്നികളായ ഞങ്ങൾക്കൊന്ന് വിശ്വസിക്കേണ്ടതുണ്ട്. ആ കണ്ട സംഭവമൊക്കെ ഞങ്ങൾക്ക് വിശ്വസിച്ചേ മതിയാവും. ശൈഖുന വെറും മാനിനോടും ആനിനോടും മാത്രമല്ല വർത്താൻ പറഞ്ഞ ഒരു പാടുണ്ട്. പാല് തട്ടിമറിച്ച കഥ ഉണ്ട് ഇവിടെ. അങ്ങനെ പോലീസുകാർ ഒന്നിങ്ങാണ്ട് കുഴപ്പമുണ്ടാക്കി നോക്കിയപ്പോൾ പറഞ്ഞത്, എന്നെക്കൊള്ള തിരിയണ്ട, പാൽപാത്രം പരിശോധിക്കുക. അത് താമരശ്ശേരി എന്നാണ് പോയിച്ചത്. അത് അബൂബക്കർ സഖാഫി അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ സംഭവം താമരശ്ശേരി സംഭവിച്ച നോക്കണ നേരം ചത്തായിരുന്നു അതിൻ്റെ അകത്ത്. ഈ നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാവർക്കുമുള്ള നേതൃത്വമായ അവർക്ക് ഒരു സ്ഥലത്തൊരു ബുദ്ധിമുട്ട് വരുന്നതിനെ തൊട്ട് തടയും. അത് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ കാണിച്ചു കൊടുത്താണ് സംഭവം. പിന്നെ ഇവിടെ മാന് പരാതി പറഞ്ഞപ്പോൾ മാന് നിയമം മാറിയുന്ന ഇവിടുത്തെ ഏത് നിയമം കൊണ്ടുവരണമെങ്കിലും ഈ കാലഘട്ടത്തിൻ്റെ കുത്തുബ് മാത്രം അത് നടപ്പാക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ചില തട്ടിപ്പുകൾ നടത്തുന്നതാണ് എതിരാളികളായ അവിടെ ഇരിക്കുന്ന ആൾക്കാർ. അതിനെതിരിൽ വലിയ പ്രതികരിക്കലുണ്ട്. അതാണ് ബ്രിട്ടീഷുകാരോട് പുതിയറക്കൽ സുലൈമാൻ മുസ്ലിയാർ അവിടെ തന്നെ മക്ബറ ആ കാലഘട്ടത്തിലൊക്കെ നിയമം നേരെ എവിടേക്ക് കൊണ്ടുപോയിക്കോളണം, ഏത് കടപ്പുറത്തേക്ക് കൊണ്ടുപോയിക്കോളണം. പക്ഷേ സുലൈമാൻ മുസ്ലിയാർ അറിഞ്ഞ് എൻ്റെ നിയമം ഇവിടെ നടക്കൂലട്ടോ, അതിൻ്റെ തോന്നിയ നിയമം വേണ്ട. അത് ശരിക്കായിട്ട് കാണിച്ചു കൊടുത്ത് അവരെ മക്ബറക്കുള്ളൂ അവിടെയുള്ളത്. ബ്രിട്ടീഷുകാരോടെ കളിച്ച് കാരണം വേണ്ടാത്തത് ഉണ്ടാക്കിയപ്പോൾ അത് അതിൻ്റേതായ പണിയാട്ടെടുത്ത് ചിലത് ഒപ്പിക്കും. അതുപോലെ ഒപ്പിക്കുന്ന നേരം ഓൾക്ക് പണിഷ്മെൻറ്റും കൊടുക്കും. പിന്നെ എല്ലാം തിന്നാൽ പിന്നെ അങ്ങനെ ആക്കിക്കൂടെ, മറ്റോൻ ഇങ്ങനെ ആക്കിക്കൂടെ, അങ്ങനെ ആക്കാൻ പാടില്ലാത്തത് എന്താ? അത് റബ്ബിൻ്റെ നിയമത്തിലുള്ളതാണ്. നമ്മൾ കേടിയിരുന്ന നേരം ചില നിയമങ്ങൾ ഇവിടെ വരും, അതിന് ഓല ഒന്നും കൊണ്ടുപോയില്ല. മമ്പർ തങ്ങൾ പാപ്പനെ വിളിച്ചു. ഞാൻ പല എപ്പിസോഡിലും ഇത് പറഞ്ഞതാണ് സംഭവം. കടലിനാണ് വിളിച്ചത്. തെങ്ങുമ്പോൾ കയറ്റിയിട്ട് ചൂട്ട് കത്തിച്ചാട്ട് കാണിച്ചു കൊടുത്തിക്കുക. എൻ്റെ കമ്പനിയൊക്കെ പറയണ്ടല്ലോ, തെങ്ങുമ്പോൾ കയറുകയെന്ന് പറഞ്ഞാൽ കയറിക്കോളണം. അവരുടെ കാലഘട്ടത്തിൻ്റെ ആൾ അവരാണ്. ഇത് മനസ്സിലാക്കാതെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾക്കാരെങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും ആ നിഫാഖ് തരം നഷ്ടപ്പെടാൻ പോകും. ചിലവാകൂലെന്നേ പറയാനുള്ളൂ. ഇനി നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കി ഇൻഷാ അല്ലാഹ്, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഓടി വരികയാ ശൈഖുനടുക്ക്. ഓടി വന്നിട്ട് എന്തൊക്കെയോ ശൈഖുനയോട് സംസാരിച്ചതാണോന്ന് ഉറപ്പാ, എന്താണെന്ന് തിരിയുന്നില്ല. ശൈഖുനയുടെ മറുപടി, വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ തീരുമാനം ഉടനെ എടുക്കുന്നു. അതെന്ത് കാര്യം മനസ്സിലായില്ല. ഉടനെ ആ മാന് പോവുകയാ. പോയ ശേഷം ശൈഖുന ചോദിക്കുന്നു, നേരത്തെ ചോദിച്ച പോലെ, എന്താണ് പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായോ? കുഞ്ഞിക്കായ്ക്ക് പറഞ്ഞു മനസ്സിലായില്ല. ആ മാൻ പരാതിപ്പെട്ടതാണ്, ഞങ്ങളുടെ ചെറിയ കുട്ടികളെയൊക്കെ പലരും വന്ന് വേട്ടയാടിക്കൊണ്ടുപോകുന്നു. അന്ന് വേട്ടയാടുന്ന നിയമം വന്നിട്ടില്ല, പറ്റൂല എന്നുള്ള നിയമം വന്നിട്ടില്ല. വേട്ടയാടിക്കൊണ്ടുപോകുന്നു എന്ന പരാതി പറഞ്ഞതാണ്. ഞാൻ അവർക്ക് സമാധാനം കൊടുത്തതാ, വിഷമിക്കേണ്ട, തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായുള്ള തീരുമാനം ഉടൻ വരും. പടച്ചോനെ, ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ വനസംരക്ഷണ വകുപ്പിന്റെ തീരുമാനം. മന്ത്രിസഭ കൂടുന്നു, വനസംരക്ഷണ വകുപ്പിന്റെ തീരുമാനം പാസ്സാകുന്നു. മാനിനെ തൊടാൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല. ഒരാഴ്ച മുന്നേ ശൈഖുന കൊടുത്ത് അവർക്ക് വാദ തീരുമാനം ഗവൺമെന്റിനെ കൊണ്ട് എടുപ്പിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ തള്ളു തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളെ എന്നാണ് പറയാനുള്ളത്. തള്ളു ഇപ്പൊ കേട്ടല്ലോ, ഇതാണ് മാനുമായിട്ടുള്ള വിഷയം. വെറും മാന് മാത്രമല്ല, ഒട്ടകവും എന്ന് പറഞ്ഞതൊക്കെ ഞാൻ നേരത്തെ പറയുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ ഇവരുടെ ഈ ഇറങ്ങിത്തിരിക്കലിന് നമുക്ക് അങ്ങേപ്പുറത്ത് തന്നെ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ തന്നെ തെളിവുണ്ട്. കാരണം എന്താ, മുനാഫിക്കുകൾ ഇങ്ങനെ പലതും പറഞ്ഞുണ്ടാക്കും, എല്ലാ നീചത്തരവും പറഞ്ഞുണ്ടാക്കും. ഇതിൻ്റെ ഇടയിൽ കേട്ട് സഹിക്കാൻ പറ്റാത്ത സഹാബത്തെ കിറാമ് ചോദിച്ചു, ഞങ്ങൾ തട്ടിച്ചാട്ടേന്ന് ചോദിച്ചു. അന്നപ്പാ പറഞ്ഞത് പാടില്ല, നമ്മൾ ജീവിക്കട്ടെ. ഇതിനെ കൊണ്ടൊരു ഗുണം വേറുണ്ട്. എല്ലാ ഫിത്ന കൊണ്ടും നമ്മൾക്ക് മുസ്ലിം സമുദായത്തിന് ഗുണമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫിത്ന നമുക്കെതിരിൽ വരുന്ന ഫിത്ന കൊണ്ട് നമുക്ക് ഗുണമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ പണ്ട് E.K. അസം മുസ്ലിം നമ്പതുള്ള മർക്കഥ മഹാനര് പറഞ്ഞിരുന്നു നമ്മളെ നാട്ടിൽ നിന്ന്. ഇവിടുത്തെ വിധേയികളുണ്ടായിരുന്നു അന്ന്. ഇവിടെ വിധേയികളെ കൊണ്ട് ശല്യം ഉണ്ടായപ്പം അവരായിരുന്നു വന്നിരുന്നത്. അവരൊരു വാക്ക് പറഞ്ഞിരുന്നു, നിങ്ങളിങ്ങനെ പറയുക തന്നെ വേണം, ഇത് ഞങ്ങൾക്ക് ഗുണമുണ്ട്. എന്താ ഗുണം?
ഇവനെന്തെങ്കിലും വിവരക്കേട് വിളിച്ചറിയും. അപ്പം ഇതിന് മറുപടി വെക്കും. മറുപടി വെച്ചാലുള്ള ഗുണം എന്താണോ, ആ വരുന്ന കുറച്ച് ആൾക്കാർ, അത് കേൾക്കാൻ വരുന്ന ആൾക്കാർക്ക് ദേവ ആദ്യമായിട്ട് കൊടുക്കും, ദേവ കൊടുക്കും. എന്നിട്ട് അവർ പറഞ്ഞത് ശറഈയായ വിധിക്ക് എതിരായിട്ട് അവർ പറഞ്ഞത് തെറ്റാണെന്നും അത് പഠിപ്പിച്ചു കൊടുക്കും. അപ്പം എന്താവും, ആളുകൾ ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു വഴിയാണ് ഈ മുനാഫിക്കിൻ്റെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് നമുക്ക് കൊണാ സത്യത്തിൽ. ഇതേ വാക്ക് വൈലിത്തറ മഹാനര് ഞങ്ങളുടെ നാട്ടിൽ തന്നെ പറഞ്ഞിരുന്നു. അവർ ഞങ്ങളുടെ നാട്ടിൽ വരാൻ കാരണം ഇവിടെ വിധേയികളുടെ വലിയ ശല്യം ഉണ്ടായിരുന്ന ഒരു നാടാണ് ഞങ്ങളെ കുന്നമംഗലം. അവർ പറഞ്ഞ് അങ്ങനെ വൈലിത്തറ മഹാനര് സ്റ്റേജ് മേൽ കയറിയപ്പം സ്റ്റേജ് മേൽക്ക് സദസ്സിലൊക്കെ ഒരു നോട്ടീസ്, സദസ്സിൽ വിതരണം കഴിക്കുന്ന നോട്ടീസ് കയ്യിലായിട്ട് കൊടുത്തപ്പോൾ മൂപ്പര് പറഞ്ഞു, എൻ്റെ പഠന ക്ലാസ്സാണ് എൻ്റെ സദസ്സ്, അതിൽ കൈ കയറിയാൽ അതിനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, പക്ഷേ ഇവിടെ ഞാനത് ഉപയോഗിക്കുന്നില്ല, ഇതിനെക്കൊണ്ടൊക്കെ ഗുണം കിട്ടുന്നിട്ടാ കേട്ടോ പറഞ്ഞു കൊടുത്തു. ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചത് ഇന്ന വിഷയമായിരുന്നു, ഇന്ന് അതാണ് നിർത്തിച്ചിട്ട് ഞാൻ ഇതിനാണ് മറുപടി പറയുന്നതെന്ന് പറഞ്ഞിട്ട് അതിന് മറുപടി അത് നിർത്തും. പിറ്റേന്ന് പോയിട്ട് ഈ വിധേയികൾക്ക് റോട്ട് മൽക്കാൻ പറ്റിയില്ല, മനുഷ്യന്മാർ ചോദിച്ചു വിട്ടിട്ട് റോട്ട് മൽക്കാൻ ആ പേരിൽ കുറേ ആൾക്കാർ മാറി ചിന്തിക്കുകയും ചെയ്തു. ആ നോട്ടീസിനെ വരെ ചോദ്യത്തിന് നോട്ടീസ് പറഞ്ഞ കാരണം കൊണ്ട് പിറ്റേന്ന് ഇവർക്ക് റോട്ട് മൽക്കാൻ പറ്റൂല. ചെക്കന്മാർ എന്ന് ചോദിച്ച് ഇന്നലെ തന്ന നോട്ടീസിൻ്റെ അകത്ത് ഇതല്ല സ്ഥിതി, നിങ്ങളെ പരിപാടി ഈ മുനാഫിക്കത്തനെല്ലാം ചെയ്ത് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ കുറേ വിധേയികളുടെ കൂട്ടത്തിൽ തെറ്റിദ്ധരിച്ച ആളുകൾ അവർ മാറി സുന്നത്ത് ജമാഅത്തിൻ്റെ സജീവ ആൾക്കാരെ, വിധേയികളേടോ നിൽക്കുന്നുണ്ടോ നിൽക്കരിക്കുന്നേരോ ഇതിൻ്റെ ഇടയിലുണ്ടാകില്ല ഫിത്തനക്കൊള്ളികൾ ഓലാരം കണ്ട മൂപ്പരപ്പുറത്തേക്ക് മാറിക്കുന്നോടത്തേക്ക് എത്തിപ്പോയി വിഷയം. ഞങ്ങളുടെ നാട്ടിൽ നല്ല രസമായിരുന്നു. അങ്ങനെ തുടങ്ങി ഇതേ കാര്യം തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും പണ്ട് പറഞ്ഞിട്ടുണ്ട്, നാദാപുരത്ത് വെച്ചും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ മഞ്ചക്കൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ കുളച്ചമ്മി നീക്കിയമായി ഇങ്ങോട്ടും നീങ്ങുന്ന നാദാപുരത്തേക്ക് വാങ്ങും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൊണ്ട് ഇതൊക്കെ കൊണ്ട് കൊടുക്കും, വലിയ ഗുണമുണ്ട്, നിങ്ങൾ കൊണ്ട് ഇത് ഗുണമുണ്ട്, നിങ്ങൾ എന്തെങ്കിലും വിവരക്കേട് വിളിച്ച് പറഞ്ഞു പോവും, കളവ് വിളിച്ച് പറഞ്ഞു പോവും, അപ്പം ജനങ്ങൾ കൂടും, കിട്ടാത്ത പോലെ വിധേയ ചിന്തയുള്ള ആളുകളൊക്കെ കിട്ടിക്കൊടുക്കും, അവർക്ക് നല്ല ദയവായിട്ട് വെച്ച് കൊടുക്കും, വലിയ സന്തോഷമാണ് മൂന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ കാലഘട്ടമായപ്പോൾ യൂട്യൂബിലൂടെ വരെ വിവരക്കേട് വിളിച്ച് പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ മറുപടി പറഞ്ഞു കൊടുക്കണം. വ്യക്തമായി ശറഈന് വിരുദ്ധമല്ലാത്തൊരു പ്രവർത്തനവും ശറഈന് വിരുദ്ധമായ പ്രവർത്തനം ഒന്നുപോലും മടവൂർ മഹാനരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് ഞാനൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ അത് വിശദീകരിച്ച് കൊടുക്കണം നമ്മൾ, എന്നിട്ടോ ജനങ്ങളെ അതിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ഇതിന് ബദൽ ഇന്ന് എന്തൊക്കെയോ പ്രസംഗമായി മാറിയതും സത്യത്തിൽ ശ്രദ്ധയിൽപ്പെട്ടു. അതല്ല വേണ്ടത്. അവർ പറയട്ടെ, യൂട്യൂബിലൂടെ അവർ പറയട്ടെ, അത് ഗുണമുണ്ട്, എന്നിട്ടും ചെയ്യണം. അതിൻ്റെ നമ്മൾ നേരെ ബാക്കിലാടന്ന് കൊടുക്കണം, 4 ആളാടന്ന് കൊടുത്താൽ മതി. ഇപ്പം നല്ല സൗകര്യമല്ലേ, ഒറ്റ മൊബൈലിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഇപ്പം ഞാനൊരൊറ്റ മൊബൈൽ ഏതോ കാലത്ത് വാങ്ങിച്ച ഒരു മൊബൈൽ, ഇത് ഉപയോഗിക്കുകയില്ല, ഇതിന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് ഇതിലാണല്ലോ ഇപ്പം പറയുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. 4 പണ്ഡിതന്മാർ അതിലേക്കൊന്ന് മാറി നിന്നിട്ട് മറുപടി പറഞ്ഞുകൊണ്ടേ നിൽക്കുക. ശറഈയായ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തെ ക്രാമം ചെയ്തതിൽ നിന്ന് യോജിപ്പിക്കാൻ പറ്റുന്നതാണോ മടവൂർ മഹാനയിൽ നിന്ന് വന്നത്, അതിൽ നിന്ന് ഏതാണ് ഈ വിധേയികളെടുത്ത് ഉപയോഗിക്കുന്നത്, അതിനുടനെ തന്നെ മറുപടിയും പറഞ്ഞേക്കുക. അങ്ങനെ സുഖമുള്ളൊരു പരിപാടി അത്. ജനങ്ങളെ മാറ്റിയെടുക്കാൻ ഈ കാലഘട്ടത്തിന് അത് യോജിക്കുന്നത് വേറൊരു കാലമല്ല. പക്ഷേ എല്ലാവരുടെയും മനസ്സ് മാറിയോ എന്നൊരു തോന്നൽ. അപ്പം അത് പറ്റൂല. ഇപ്പം തളീക്കരത്തങ്ങളത് പറഞ്ഞു വ്യക്തമായി. ഇനി മറുപടി പറയാൻ കഴിയും മാത്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തെ ക്രാമും അവിടെ മുനാഫിക്കീങ്ങൾ ഉപയോഗിച്ചത്. അപ്പോഴല്ലേ ആളെ മനസ്സിലാക്കുക, വിശദീകരിച്ച് കൊടുത്തേക്കുക. വിഷയം മഹാനരിൽ കണ്ടത് അങ്ങനെ തന്നെയായിട്ട് പറയുക. അതിനെ വിമർശിക്കുമ്പോൾ എന്തു ചെയ്യുക, വ്യക്തമായിട്ട് അതിനെ മറുപടിയായിട്ട് പറഞ്ഞേക്കുക. ഖുർആനുണ്ട് ഹദീസുണ്ട്. ആദ്യം തന്നെ പറയാൻ പോകേണ്ട ഒരാവശ്യമില്ല. നമ്മൾ അതായിട്ട് പറഞ്ഞേക്കുക. വിമർശിക്കും, ഉടനെ അതിന് മറുപടി പറയുമ്പോൾ ഇതായിട്ട് പറഞ്ഞേക്കുക. അപ്പോൾ മറ്റൊരു മുനാഫിക്കീങ്ങളാണ്, അവരെ വിശ്വസിച്ചാൽ ദീൻ കിട്ടൂല എന്ന് നമുക്ക് ഉറപ്പുണ്ടാവുകയും ചെയ്യും. മൻസൂറെ തൽക്കാലം മറുപടി പറയൂല എന്ന് ഈ പറഞ്ഞതിനെ കൊണ്ട് തന്നെ തൽക്കാലം പിന്നെ എന്നോട് ചോദിക്കാനുള്ളത് നമ്മൾ ചോദിക്കുന്നു. സ്വഹാബത്തെ ക്രാമിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും കണ്ടതിൽ നിന്നും നീ വിശ്വസിക്കുന്നോ ഇല്ലേ? വേറൊന്ന് നിന്നോട് നേരത്തെ ചോദിച്ചിരുന്നു, അള്ളല്ലാതെ മറ്റുള്ള ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കൽ ശിർക്കാണെന്ന്. കുണ്ടിൽ വീണ പോയ മൗലവി നേരെ പോയിട്ട് കാക്കാമാരെ രക്ഷിച്ചൂടിയെന്ന് പറഞ്ഞാൽ അത് ശിർക്കോ തൗഹീദോ? എന്നോട് ഞാൻ ചോദിച്ചിരുന്നു.
വേറും ചോദിച്ചിരുന്നു, ഇനി അതിന് നീ മറുപടി പറയണ്ട. മുജാഹിദൊക്കെ പണ്ട് നമ്മളോട് മറുപടി പറഞ്ഞത് ഇവർ ജീവിച്ചിരിപ്പുണ്ടല്ലോ, മറ്റേ മരിച്ചുകയിലാണ്. അപ്പം മരിച്ചവരോട് പറ്റൂല, ജീവിച്ചിരിക്കുന്നവരോട് പറ്റും എന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? ഇല്ലേ? ആ ഏതോ ഖുർആനിലോ ഖുർആൻ്റെ അത് വ്യാഖ്യാനത്തിലോ എവിടോ കാണിക്കാൻ പറ്റുമോ? എൻ്റെ മുജാഹിദ് വ്യാഖ്യാനിക്കും, അത് എനിക്കും വ്യാഖ്യാനിച്ചെന്നേയുള്ളൂ. അതിനൊരു മറ്റേ ഇവിടെ ഉള്ള ഒരു സുഡാനിയാണ് ദേഷ്യം പിടിച്ചിട്ട് ഹോട്ടലിൽ വെച്ചിട്ട്, റിയാദിൽ വെച്ചിട്ട് ഹോട്ടലിൽ നിന്ന് സുഡാനികൾ, ആറൻകോല് ജോലി ചെയ്യുന്ന സുഡാനികളും അതുപോലെ തന്നെ അതിന് മലയാളി ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ മറ്റേ ഫൈസിയോ ബാക്കവി അങ്ങനത്തെ ഒരു ബിരുദമുള്ള ആളുമാണ്. ചോറൊന്നും കൊണ്ടിരിക്കണാര് ഞാൻ ഇയാളോട് തമാശ പറയും, പറയുന്ന കൂട്ടത്തിൽ ഇയാൾ നമ്മളെ പഠിപ്പിക്കും. ഒരേകരം കിതാബ് ഉണ്ടായി ആടേക്ക് പരിഭാഷയാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത്. ഇയാൾ ഇത് വെച്ചിങ്ങാണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ച് സുഡാനികളൊക്കെ വിചാരിച്ച് ഇയാൾ നല്ല കഴിവുള്ള മനുഷ്യനാണ്. അതിൻ്റെ ഇടയിലായിപ്പോയി ഞങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടായപ്പോൾ പിന്നത്തെ സഹായം തേടൽ തന്നെ. അപ്പം ഞാൻ ചോദിച്ചു, അള്ളല്ലാത്തവർ സഹായം തേടുക, ഞങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കെടുമ്പോനെ ദാഹമുണ്ട് എന്ന് പറഞ്ഞില്ലേ, സഹായം തേടലല്ലേ? നിങ്ങളെ ഭാര്യനോട് സഹായം തേടുന്നില്ലേ? ഇതൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു. അള്ളാഹിനോട് ചോദിച്ചോണ്ടേ. അപ്പം അല്ല, മരിച്ചവരോട് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം മരിച്ചവരോടൊന്നും പറ്റൂല, ജീവിക്കുന്നവരോട് പറ്റൂ. അതിന് ഏടോ തെളിവുണ്ടോ എന്ന് വെച്ചിട്ട് ഇയാളൊരായത്ത് ഓതിയിട്ട് മൗത്താക്കൊന്ന് കൂട്ടി തന്നിക്കുക. അള്ളല്ലാത്തവരോട് സഹായം ചോദിച്ചത് മൗത്താക്കുന്നു. ഇത് കേട്ടപ്പോഴത്തേക്ക് സുഡാനി ആഫിലാണ്. പെട്ടെന്ന് അയാളെ മുഖത്തേക്ക് ഒരു നോക്കി, ആയത്തപ്പെട്ടതല്ലേ. അപ്പം പിന്നെ എഴുത്തുള്ള മലയാളി വിശദീകരിച്ചു കൊടുത്തത് മറ്റാൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ പതിവ്. സുഡാനി ചോർന്നും കൊണ്ട് വന്ന് കണ്ടാൽ 4 ചാട്ടം അവനോട്. എന്താണ് കുഫർ നടപ്പാക്കണമെന്ന് വെച്ചിട്ട് വിളവ് ഇന്ത്യ കളിക്കും. അതൊക്കെ ഞാൻ പുറത്തത് കൊടുത്ത് മാറി നാട്ടിൽ കേട്ടു. അന്നെടുത്ത് ഒഴിവാക്കിയതാണ്. മേശപ്പുറത്തുനിന്ന് എൻ്റെ പരിഭാഷൻ്റെ കിതാബും കേട്ടു. സുഡാനികൾ ആ ചെന്നാൽ ആടെ പിന്നെ ഹോട്ടലിലോട്ട് കയറിയിട്ടില്ല. പറഞ്ഞു വരുന്നത്, നിൻ്റെ കമ്പനീൻ്റെ സ്ഥിതി ഇതാണ്. നമ്മൾ എവിടെ ചെന്നാലും അള്ളാൻ്റെ ദീൻ പ്രചരിപ്പിക്കും, യാതൊരു സംശയവുമില്ല. അതിന് നമുക്ക് വത്താണിയായിട്ട് നമുക്ക് പണ്ഡിതന്മാരുണ്ട്. അപ്പം റിയാദിൽ നടന്ന റിയാദിൽ 6 സ്ഥലത്ത് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഞാനൊരു സ്റ്റേജ് ഒരുക്കണ ആളും ഫൈസി, ബഷീർ ഫൈസി, അതുപോലെ തന്നെ അബൂഖറാൻ വരിയൻ മുർക്കനാട്, അതുപോലെ തന്നെ ഉമർ വലിയാർ, ഉസ്താദ്, അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ട് സഖാഫി പോലത്തെ ക്ലാസ് എടുക്കുകയും ചെയ്യും, നമ്മൾ വേദി ഒരുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ എവിടെ ചെന്നാലും അത് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ കമ്പനീൻ്റെ സ്വഭാവം ഇതാണ്. നിങ്ങൾ ആയത്തിനെയും മാറ്റുന്നവരാണ്. നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? നിന്നോട് ചോദിക്കുന്ന അഭിപ്രായമുണ്ടോ? മനുഷ്യത്വമുണ്ടെങ്കിൽ മറുപടി പറയാം. മുസ്ലിം ആണെങ്കിൽ മറുപടി പറയും, യാതൊരു സംശയമില്ല. നിന്നോട് ചോദിക്കാൻ ആയിരക്കണക്കിന് ചോദ്യം ഇവിടെ ഓൾറെഡി കിടക്കുക. ഞാൻ ഈ 2 മറുപടി പറഞ്ഞിട്ടാലും വിചാരിച്ചിട്ടായി വിട്ടുന്നത്. ഞാൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തെ ഇക്റാമിൻ്റെയും ഇടയിലുള്ള ഈ ജീവിതത്തിൽ കടന്ന ഒട്ടകത്തോട് മറുപടി പറഞ്ഞതും, അതുപോലെ തന്നെ ഈ ഉറുമ്പ് സംസാരിച്ചതും, അതുപോലെ തന്നെ കല്ല് സംസാരിച്ചതും, മരങ്ങൾ സംസാരിച്ചതും ഒക്കെ നീ വിശ്വസിക്കുന്നോ? ഇല്ലേ? വിശ്വസിക്കുന്നില്ലേ? ഈ മുസ്ലിമല്ല. അക്കാര്യം സംശയമൊന്നുമില്ല. തൽക്കാലം നിർത്തുന്നു. വേണ്ടി വന്നാൽ വീണ്ടും വരാം.